ഇറ്റ്സ് മീ ഗോപു ചിന്തുലിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു കുക്കിംഗ് വ്ലോഗുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് കന്നിയിലെ ആയില്യമാണ് കേട്ടോ. അതായത് കന്നിമാസത്തിലെ ആയില്യത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. ഞാൻ കേട്ടിട്ടുള്ള കഥ എന്താണെന്ന് വെച്ചാൽ പരമശിവന്റെ കഴുത്തിൽ കിടക്കുന്ന പാമ്പുണ്ടല്ലോ വാസുകി, ഇന്ന് വാസുകിയുടെ പിറന്നാളെന്നാണ് ഞാൻ കേട്ടിട്ടുള്ള ഐതിഹ്യം. അപ്പോൾ നമ്മൾ റീസെന്റ് തിരുമാന്താംകുന്ന് അമ്പലത്തിൽ പോയപ്പോൾ ഉള്ള ബ്ലോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കന്നി ആയില്യം എന്ന് പറയുന്നത് അവിടെയും ഭയങ്കര പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. മിക്ക അമ്പലങ്ങളിലും കന്നി ആയില്യത്തിലും ഭയങ്കര പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. തിരുമാന്താംകുന്നിൽ ഞാൻ ആ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കന്നി ആയില്യത്തിന് അവിടെ കലവറ നിറയ്ക്കൽ എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കൊണ്ട് വെക്കുന്നുണ്ടായിരുന്നു. അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല കന്നി ആയില്യത്തിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചാന്താട്ടിന് വേണ്ടിയിട്ട് ദേവിയുടെ ആഭരണങ്ങളെല്ലാം മാറ്റി വെക്കാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞിരുന്നല്ലോ, തേക്കിന്റെ കറ ഉപയോഗിച്ചിട്ടാണ് ദേവിക്ക് ഇങ്ങനെ അഭിഷേകം പോലെ ചെയ്യുന്നത് ചാന്താട്ടത്തിന് വേണ്ടി. അപ്പോൾ ആ സമയത്ത് ആഭരണങ്ങളെല്ലാം ഊരി വെക്കുന്നത് ഈ കന്നി ആയില്യത്തിന് ദേവി ആ ആഭരണങ്ങളെല്ലാം ചാർത്തി സർവ്വാഭരണ വിഭൂഷിതയാക്കുന്ന മറ്റൊരു ചടങ്ങ് കൂടെയാണ്. അപ്പോൾ ഈ ഒരു കന്നി ആയില്യം എല്ലാ അമ്പലങ്ങളിലും വളരെയധികം വിശേഷപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കന്നി ആയില്യം ആയതുകൊണ്ട് തന്നെ നമ്മളും നോൺ വെജ് ഒന്നും കഴിക്കുന്നില്ല കേട്ടോ. അപ്പം ഇന്ന് വെജ് എന്തുണ്ടാക്കാം എന്ന് വിചാരിച്ചപ്പോൾ ഇന്നലെ നമ്മൾ വെജായിരുന്നു. അപ്പം ഇന്ന് വെറൈറ്റി മാറ്റി പിടിക്കാന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കഞ്ഞിയും എരിശ്ശേരിയും ഉണ്ടാക്കാമെന്ന്. അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നപ്പോൾ ചിന്തിച്ചേട്ടൻ പറഞ്ഞെങ്കിൽ നമുക്ക് അയ്യപ്പ കഞ്ഞി കുടിക്കുന്ന സമയത്ത് ഒരു എരിശ്ശേരി കിട്ടുമല്ലോ, ആ ടൈപ്പ് ഒന്ന് വെച്ച് നോക്കാമെന്ന്. ഞാൻ വെച്ച് നോക്കിയിട്ടില്ല, ഇതെന്റെ ഫസ്റ്റ് ടൈമാണ്. ഞാൻ സാധാ എരിശ്ശേരിയും വെച്ചിട്ടില്ല, അയ്യപ്പൻ കഞ്ഞിയിലെ എരിശ്ശേരിയും വെച്ചിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഞാനപ്പോ അമ്മയൊക്കെ ഒന്ന് വിളിച്ച് കേട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊരു കുക്കിംഗ് ബ്ലോഗായിട്ട് ചെയ്ത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന്. അപ്പൊ സക്സസ് ആയാൽ നിങ്ങൾക്ക് കൂടെ ഒന്ന് ട്രൈ ചെയ്യാമല്ലോ. അപ്പൊ സക്സസ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ഘടിപ്പിക്കാതെ നേരെ നമ്മുടെ കുക്കിങ്ങിലേക്ക് പോവാം. അപ്പം നമുക്ക് എരിശ്ശേരിക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാല് വൻപയറാണ് കേട്ടോ. ഞാൻ എന്താ ഒരു കുട്ടി കപ്പ്, ഒരു കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. ആവശ്യമനുസരിച്ച് അരക്കപ്പോ കാൽ കപ്പ് നമ്മൾ എത്രയാണോ ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഒരു ചെറിയ കുഞ്ഞ് കപ്പ് ഒരെണ്ണം ഫുൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് കടല, നമുക്ക് ജസ്റ്റ് ആ ഒന്ന് ചവയ്ക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കടലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കടല അങ്ങനെ ഇടാൻ നിർബന്ധം ഉള്ള സാധനമല്ല, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് കടലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വൻപയറും കടലയും വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കുക്കറിൽ വൻപയറും കടലയും ഇട്ടു. അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിന് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം കുക്കർ അടച്ചു വെച്ചു കേട്ടോ. നമുക്കിനി ഒരു 5 വിസിൽ കേൾപ്പിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ കുക്കറിന് വിസിലൊക്കെ വന്നു, ഗ്യാസ് ഓഫ് ചെയ്തു. കുക്കറിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞ ശേഷം ഇതാ വേവിച്ച് വെച്ച പയറും കടലയൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനാവശ്യമായിട്ടുള്ള കഷ്ണങ്ങൾ വേവിച്ചെടുക്കാനാണ്. ഞാനിതിലൊരു മത്തങ്ങയും ഏത്തക്കായും പിന്നെ അതുപോലെ തന്നെ മരിച്ചിനിയുമാണ് ഉപയോഗിച്ചത്. നമുക്ക് വേണമെങ്കിൽ ചേന ഇടാം, പപ്പായ ഇടാം. പക്ഷെ ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ വെറും ഏത്തക്കായും മത്തങ്ങായും മരിച്ചിനിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഈ കഷ്ണങ്ങൾ വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഉപ്പ് പാകത്തിന് നോക്കി ഇടുക കേട്ടോ. നമ്മൾ പയറും കടലയും ഇട്ടപ്പോഴത്തേക്കും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എന്താ ഈ കഷ്ണങ്ങൾ വേവിക്കുമ്പോഴും കുറച്ചിടുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതാ കുക്കർ അടച്ച് വെച്ച് നമ്മൾ 1-2 വിസിൽ കേൾപ്പിക്കുക. അത് നമ്മുടെ മരിച്ചിനിയുടെയൊക്കെ വേവ് നോക്കി അത് അനുസരിച്ച് ചെയ്യാം. ഇനി നമുക്ക് അത് വിസിലടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് കൂട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 3-4 കഷ്ണം ചെറിയ ഉള്ളി, പിന്നെ എന്താ കുറച്ച് വെളുത്തുള്ളിയുടെ ഇടുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ മരിച്ചിനിയൊക്കെ ഇടുമ്പോഴത്തേക്കും ഗ്യാസ് പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടി കുറച്ച് വെളുത്തുള്ളി 4-5 പീസ് ചെറിയ അല്ലിയാണ് കേട്ടോ അതിടുന്നുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് ഓൾറെഡി നമ്മൾ പയർ വേവിച്ചപ്പോഴും കഷ്ണങ്ങൾ വേവിച്ചപ്പോഴും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു അരപ്പിന് വേണ്ടിയിട്ട് ഒരു അല്പം ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ എരിവിന് വേണ്ടിയുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. തോരനക്കാലം കുറച്ചുകൂടെ ഒന്ന് അരയുക, എന്നാൽ ഫൈനായിട്ട് അരയ്ക്കാൻ വേണ്ട, ആ ഒരു തരത്തിലൊന്ന് അരച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ആ കഷ്ണങ്ങളെല്ലാം വിസിലടിച്ച് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കൈ വെച്ച് ഒന്ന് ഉടച്ചെടുത്ത ശേഷം നമ്മുടെ പയറും കടലയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുക. പയറും കടലയും നമുക്ക് അത്ര ഉടയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം നമുക്കത് കഴിക്കാൻ കിട്ടണമല്ലോ. അപ്പോൾ മറ്റേതൊക്കെ ജസ്റ്റ് ഒന്ന് ഉടച്ച ശേഷം
നമ്മുടെ ഇത് പയറും കടലയും ഇട്ട് കൊടുക്കുക. ഞാൻ ഇത് വേവിച്ചെടുത്തപ്പോഴത്തേക്കും കുറച്ച് വെള്ളം എക്സസ് വന്നത് ഞാനൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇത് ഇരിക്കും തോറും കട്ടി കൂടി വരും. അപ്പം നമുക്കത് ഓവർ കട്ടിയായി പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ ആ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞാൻ ഈ അരച്ച് വെച്ച കൂട്ട് ഇട്ട ശേഷം ജസ്റ്റ് ഒന്ന് കുക്കറിൻ്റെ അടപ്പ് വെച്ചൊന്ന് അടച്ച് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷമാണ് ഞാൻ കൂട്ടൊന്ന് ഇളക്കി ചേർത്തത്. കൂട്ടിളക്കി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുരുമുളകൊന്ന് പൊടിച്ചിടുകയാണ് കേട്ടോ. സാധാരണ എരിശ്ശേരിയിൽ കുരുമുളക് നിർബന്ധമല്ല. പിന്നെ നമുക്കൊരു ഇത്തിരി എരിവിനും ആ ഒരു കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകൊന്ന് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കടുക് ഇറക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറച്ചൊരു വ്യത്യസ്തത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും ഇട്ടു. അത് കഴിഞ്ഞ് ഞാനിതാ തോടുള്ള ഉഴുന്നുപരിപ്പ് കുറച്ചിടുകയാണ് കേട്ടോ. തോടുള്ള ഉഴുന്നുപരിപ്പ് കുറച്ചൊന്ന് കഴുകിയിട്ട് അതിലേക്കൊന്ന് ഒരു പിടി ഒരു സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ ഇടുക. പിന്നെ അതുപോലെ തന്നെ തേങ്ങയും അത് ഒരു ടേബിൾ സ്പൂണിൻ്റെ വീതം അത്രയും തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്തിടുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉഴുന്ന് പരിപ്പും ഇട്ട് നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് വറുത്ത് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട ശേഷം ഇത് നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എരിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതിന് നല്ല മണമായിരിക്കും കേട്ടോ. അപ്പം നമ്മളിതെല്ലാം ഒന്ന് ഇളക്കി ചേർക്കുക. സാധാരണ നമ്മൾ കടുക് വറുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇളക്കാറില്ലല്ലേ. പക്ഷേ ഇതിപ്പോൾ നമ്മൾ തേങ്ങയെല്ലാം എല്ലായിടത്തും ഒന്ന് എത്തിക്കണ്ടേ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കഞ്ഞി എരിശ്ശേരിയും സെറ്റ് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു അച്ചാറൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിയായിരിക്കുമെന്ന്. അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ 2 മാങ്ങ ഉണ്ട് കേട്ടോ. ഉടനെ തന്നെ അതിനെ അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് എനിക്ക് മാങ്ങ അച്ചാറിൽ കുറച്ച് കൂടുതൽ ഇഷ്ടം കേട്ടോ. സാധാരണ ഞാൻ മാങ്ങ അച്ചാർ ഇടുന്ന രീതിയിലല്ല ഇന്ന് ചെയ്തത്. ഇന്ന് സമയം കുറച്ച് താമസിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് സെറ്റ് ചെയ്തെടുത്തൊരു മാങ്ങ അച്ചാറാണ് കേട്ടോ. പക്ഷേ സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ മാങ്ങ അരിഞ്ഞ് ഏകദേശം 1 മണിക്കൂറോളം ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും എരിക്ക് ആവശ്യത്തിന് ഒരു 3-4 സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തു. എന്നിട്ട് മിക്സ് ഒന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നല്ല ചീനച്ചട്ടി വയ്ക്കുക. ഇരുമ്പ് ചട്ടി ഉള്ളവർ അത് വെക്കണം കേട്ടോ. നമുക്ക് ഇരുമ്പ് ചട്ടി ഇല്ല. അപ്പോൾ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് കുറച്ചധികം നല്ലെണ്ണ ഒഴിക്കണം കേട്ടോ. നല്ലെണ്ണ നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. നല്ല പുക വരുന്ന തരത്തിൽ അത്രയും തിളച്ച ശേഷം അതിലേക്ക് കടുക് ഇടുക. ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തെടുക്കുക കേട്ടോ. ഈ തിളച്ച നല്ലെണ്ണ അതുപോലെ ആ മാങ്ങാച്ചാറിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് ചേർക്കുക കേട്ടോ. സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരുന്നത് കൊണ്ട് തന്നെ മാങ്ങയുടെ വെള്ളമൊക്കെ ഇറങ്ങി അത്യാവശ്യം ഗ്രേവിയും ഉണ്ട്. അപ്പോൾ ഗ്രേവി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വയ്ക്കുന്നതിൽ തെറ്റില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ എരിശ്ശേരിയും മാങ്ങാച്ചാറൊക്കെ വയ്ക്കാൻ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ബൈ.